നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഒന്ന് മനസ്സിൽ വിചാരിച്ചോ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാളുടെ പേരായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ചിലർക്കൊക്കെ ഒരു പക്ഷേ കുറെ പേരുടെ പേരുകൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഒരാളുടെ പേര് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാവും. ശരിയല്ല, നിങ്ങൾ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പിനെ ഒരു സർക്കിൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിലെ നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് ആ ഒരു ആദ്യത്തെ സർക്കിളിലും അങ്ങനെ നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നത്, സംസാരിക്കുന്നത്, നിങ്ങളുടെ ഒരു വൈബ്, ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ അവരെല്ലാം തരംതിരിച്ച് ഓരോ സർക്കിളിനുള്ളിലാക്കിയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇവരൊക്കെ പലപ്പോഴും നിങ്ങളെ പല കാര്യങ്ങളും സഹായിച്ചിട്ടുള്ളവരായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഈ സഹായത്തിന് താങ്ക്സ് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഈ താങ്ക്സ് പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? താങ്ക് യു ആർ വെൽക്കം, ഞങ്ങൾക്ക് ഇതിനെ സഹായിക്കാൻ പറ്റി, അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നന്ദിക്ക് റിപ്ലൈ തരാറുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് എന്താ പറയാ, താങ്ക്സ് ഇതിന് എന്ന് ചോദിക്കുന്നതിനുണ്ടാവും. ഒരുപക്ഷെ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും ഈ സുഹൃത്തുക്കൾ. കാരണം അവരും നിങ്ങളുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആണ്, നല്ലൊരു ബോണ്ട് ഉണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്രൂഷ്യൽ ആയിട്ട് വന്ന ഒരു സമയത്ത് നിങ്ങളെ സഹായിച്ചപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു നന്ദി അല്ലെങ്കിൽ ആ സന്തോഷം പ്രകടിപ്പിച്ചത് ഒരു പക്ഷേ ഒരു താങ്ക്സ് പറഞ്ഞിട്ടായിരിക്കും. അത് അവർ കേൾക്കാൻ ആഗ്രഹിക്കില്ല. അങ്ങനത്തെ ഒരു പറ്റം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ പലരുടെയും മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഡേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റോബിൻ. എന്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരിക്കലെ ബീർബലും തന്റെ സുഹൃത്തും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയായിരുന്നു. നടന്നിട്ടാണ് അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിൽ ഒരു നദി മുറിച്ച് കടക്കണമായിരുന്നു. ഒരു പാലം മാത്രമാണുള്ളത്. ആ പാലം വളരെ വീതി കുറവാണ്. രണ്ടുപേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. ഓരോരുത്തർ കടന്നതിന് ശേഷം അടുത്ത ആൾക്ക് കടക്കാൻ പറ്റുള്ളൂ. ബീർബൽ ആദ്യം പാലം കടന്നു. സുഹൃത്തിനെ ഭയങ്കര പേടിയായിരുന്നു. സുഹൃത്ത് പാലം കടക്കുന്നതിനിടയ്ക്ക് കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണു. ബീർബൽ വേഗം ഓടി വന്ന് ആ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. താഴേക്ക് കൈ വെച്ച് കൊടുത്തു. സുഹൃത്ത് അതിൽ പിടിച്ചു. വലിച്ച് കയറ്റാൻ പറ്റുന്നില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷെ ബീർബൽ അയാളെ പിടിച്ച് കയറ്റുന്നതിനിടയ്ക്ക് ആ സുഹൃത്ത് പറഞ്ഞു, എന്നെ സഹായിച്ചതിന് നന്ദി. മുകളിൽ എത്തിയിട്ടില്ല, കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആ സുഹൃത്ത് പറഞ്ഞു, എന്നെ സഹായിച്ചതിന് ഒത്തിരി നന്ദി. എന്റെ പണിശാലയിലെ അല്ലെങ്കിൽ എന്റെ ഓഫീസിലെ അലമാരയിൽ ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങളുണ്ട്. എന്നെ സഹായിച്ചതിന്റെ പേരിൽ അത് താങ്കൾക്കുള്ളതാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ബീർബല് കൈവിട്ടു. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. അയാൾ താഴെ വീണ ആള് വെള്ളം കുറെ കുടിച്ചു, ശ്വാസം മുട്ടി. എന്നിട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വന്നതിന് ശേഷം ബീർബലെ അകലിൽ നിന്ന് ഓടി വരുന്നത് അയാൾ കണ്ടപ്പോൾ അയാൾ സുഹൃത്ത് ചോദിച്ചു, താങ്കൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെ സഹായിച്ചതിന്റെ പേരിലാണ് താങ്കൾക്ക് നല്ലൊരു ഓഫർ ഞാൻ തന്നത്. അത് കേട്ട വഴിക്ക് എന്നെ കൈവിട്ട് കളയാൻ താങ്കൾ എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്ന് ചോദിച്ചു. ബീർബൽ മറുപടി പറഞ്ഞു, താങ്കൾ ഓഫർ ചെയ്തിരുന്നല്ലോ ഒരു കിഴി സ്വർണ്ണ നാണയം, അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അത് കേട്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അത് ഞാൻ മുകളിൽ എത്തിയതിനു ശേഷം താങ്കൾക്ക് പോയി എടുക്കാമായിരുന്നല്ലോ. അപ്പൊ ബീർബൽ പറഞ്ഞു, എങ്കിൽ ആ ഓഫറും മുകളിൽ എത്തിയതിനു ശേഷം തന്നാൽ മതിയായിരുന്നില്ലേ? ചിലർ അങ്ങനെയാണ്. ഒരിക്കലും അവർ ചെയ്യുന്ന സഹായങ്ങൾക്ക് ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കില്ല. സഹായങ്ങൾക്ക് പ്രതിഫലം ഓഫർ ചെയ്യുന്നത് പോലും അവർക്ക് അരോചകമായി തോന്നും. ബന്ധങ്ങളിൽ പരസ്പരം സഹായം ചെയ്യുന്നവരെ ഒരിക്കലും അത് തിരിച്ചു പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടോ ചെയ്യുന്നതായിരിക്കില്ല അതൊന്നും. ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു മലയാളി മറ്റൊരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ വെച്ച് നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അവിടെ ഒന്നും ബന്ധങ്ങൾക്കല്ല അവർ വില കൊടുക്കുന്നത്. അവിടെ വില കൊടുക്കുന്നത് മനുഷ്യത്വത്തിനാണ്. പാരിതോഷികങ്ങൾക്കപ്പുറം ഇതെല്ലാം ചെയ്യുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ നാടിനെ മുഴുവൻ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമുക്കറിയാവുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി വന്നാൽ നമ്മളെല്ലാവരും അത് ചെയ്തു കൊടുക്കാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കില്ലേ? ശരിയല്ലേ? കാരണം അത് നമ്മുടെ ഒരു കടമയാണ്. അവിടെ ഒരിക്കലും പാരിതോഷികങ്ങൾ പ്രതീക്ഷിക്കരുത്. സഹായങ്ങൾ ഉത്തരവാദിത്തങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അതിനൊരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ. അങ്ങനെയുള്ള അവരുടെ സഹായങ്ങൾക്ക് വിലയിട്ട് അവരുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ അവരുടെ നല്ല മനസ്സിനെ വില കുറച്ച് നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾ പണം കൊണ്ട് അളക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അതിശയം. വളരെ ക്ലോസ് ഫ്രണ്ട്, ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ പെട്ടെന്ന് ഒരാൾ സഹായം ചെയ്തു, അധികം പരിചയമില്ലാത്തൊരു സഹായം ചെയ്തു, അയാളൊരു താങ്ക്സ്, ഒരു നന്ദി പറയുന്നത് സ്വീകരിക്കുന്നുണ്ടെന്ന് തെറ്റില്ല. ഇതെന്റെ ചിന്തയാണ്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ ആശംസിക്കുന്നു. കാരണം സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ജീവിതത്തിൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ എന്നും സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പഠിക്കുക, ചെയ്യാൻ പഠിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ലൊരു സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റ, സീ യു, ബൈ.